നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, ഹോളിഡേ ആണ്. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലായിരിക്കും. എല്ലാവർക്കും ഒരു കൂൾ ആൻഡ് ഹാപ്പി സൺഡേ ആശംസിക്കുകയാണ്. പക്ഷേ ഹോളിഡേ ആയതിനാൽ വാർത്തകൾക്കൊന്നും പക്ഷേ ഒരു പഞ്ഞവുമില്ല കേട്ടോ. ഇന്നത്തെ ഒരു ചരിത്രപ്രസിദ്ധമായ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. അതായത് ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ മന്ത്രി ഗണേഷ് കുമാർ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. മറ്റൊരു ആശങ്ക കേരളത്തെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് വീണ്ടും നിപ മരണം ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് സ്വദേശി നിപ ബാധിച്ച് മരിച്ചതോടുകൂടി ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെ വാർത്തകൾ നിരവധിയുണ്ട്. വാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. ചികിത്സയിലിരിക്കെ മരിച്ച കുമരംപുത്തൂർ സ്വദേശിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ്. ശ്രമം വിശദ പരിശോധനയ്ക്ക് അയച്ചു. പാലക്കാട് നിപ ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം കാലവർഷം ശക്തമാകുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ബുധനാഴ്ച അതിതീവ്ര മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കേരള സിലബസ് വിദ്യാർത്ഥികൾ. നീക്കം ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചതിനു പിന്നാലെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കുന്നതിന് കൂടുതൽ സമയം തേടി സർക്കാർ. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പൈലറ്റുമാരുടെ സംഘടന. അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാവശ്യം. പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാൻ ശ്രമമെന്ന ആക്ഷേപം. റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം. ചരിത്രപ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. മന്ത്രി KB ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. വള്ളസദ്യയുടെ ഭാഗമാകുന്നത് 52 പള്ളിയോടക്കരകൾ. വള്ളസദ്യ ഒക്ടോബർ 2 വരെ. ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ 3ാം ടെസ്റ്റിലെ 1ാം ഇന്നിംഗ്സ് സ്കോർ ഒപ്പത്തിനൊപ്പം. ഇന്ത്യ 387 ഓൾ ഔട്ട്. കരുത്തായത് KL രാഹുൽ, ഋഷഭ് പന്ത് കൂട്ടുകെട്ട്. ഫിഫ ക്ലബ് ഫുട്ബോൾ ഫൈനലിൽ നിന്ന് PSG ചെൽസി പോരാട്ടം രാത്രി 12:30 മുതൽ. വിംബിൾഡൺ പുരുഷ ഫൈനലിൽ ഇന്ന് അൽക്കാരസ് കിന്നർ ക്ലാസിക് പോരാട്ടം. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കേരള സിലബസ് വിദ്യാർത്ഥികൾ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കുരുക്കിലായത് അവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു നിയമ നടപടിയിലേക്ക് ഇനി വീണ്ടും പോകാൻ ഒരുങ്ങുകയാണ്. പുതിയ റാങ്ക് പട്ടിക റദ്ദാക്കിയപ്പോൾ പിന്നോട്ട് പോയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചേർന്നാണ് മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരം പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയ്ക്കെതിരെ നാളെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, ഇനിയിപ്പോൾ സുപ്രീം കോടതി മാത്രമാണ് അവർക്കൊരു ആശ്രയം, അല്ലേ? അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയല്ലേ കേരള സിലബസ് വിദ്യാർത്ഥികൾ? തീർച്ചയായിട്ടും ശ്രീജ, 1-ാം തീയതിയാണ് ഇത്തരത്തിൽ മാർക്ക് ഏകീകരണത്തിൽ പുതുക്കിയ ഫോർമുല പ്രകാരമുള്ളൊരു പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. കേരള സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന റാങ്ക് പട്ടിക തന്നെയായിരുന്നു ഇത്. കാരണം ആദ്യത്തെ 100 റാങ്കിൽ 43 കുട്ടികൾ കേരള സിലബസ് പഠിച്ച കുട്ടികളാണ് അത്തരത്തിൽ ആ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചത്. പക്ഷേ അത് ഹൈക്കോടതി തള്ളിയതോടെ, ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ കേരള സർക്കാർ മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള ഇത്തരത്തിലൊരു റാങ്ക് പട്ടിക വീണ്ടും പ്രസിദ്ധീകരിക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് വലിയ തിരിച്ചടിയാണ് അത്തരത്തിൽ പുതിയ ഈ മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള പുതുക്കിയ റാങ്ക് പട്ടിക വന്നപ്പോൾ ഉണ്ടായത്. ആകെ 21 പേർ മാത്രമാണ് ഈ പുതുക്കിയ റാങ്ക് പട്ടിക അനുസരിച്ച് ആദ്യത്തെ 100 റാങ്കിൽ ഇടം പിടിച്ചത്. എന്തായാലും അതിനുശേഷം സർക്കാർ ഇനി മുന്നോട്ട് പ്രവേശന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. കാരണം ഇനിയും വൈകിയാൽ പ്രവേശന നടപടികൾ വൈകുമെന്നത് ചൂണ്ടിക്കാണിച്ച് സർക്കാർ ഈ വിധി അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. എന്തായാലും കേരള സിലബസിലെ കുട്ടികൾക്ക് ഈ പുതിയ പട്ടിക വന്നതോടെ വലിയ പ്രശ്നമാണ് ഉണ്ടായത്. അവർ പ്രതീക്ഷിച്ച കോളേജുകൾ കിട്ടാതെ, പ്രതീക്ഷിച്ച കോഴ്സുകൾ കിട്ടാത്ത ഒരു അവസ്ഥയാണ് അവർക്ക് വന്നത്. കാരണം 1-ാം റാങ്കിൽ അടക്കം മാറ്റം വന്നിരുന്നു. എന്തായാലും ഇനി അവർക്ക് സുപ്രീം കോടതി തന്നെയാണ് ഒരു പ്രതീക്ഷ നൽകുന്നത്. ഇപ്പോഴുള്ള ഇത്തരത്തിലുള്ള കീമിൻ്റെ ഘടന കേരള സിലബസിലെ കുട്ടികൾക്ക് യോജിച്ചതല്ല എന്ന് സുപ്രീം കോടതിയെ ബോധിപ്പിക്കാനാണ് ഇത്തരത്തിൽ ഈ കുട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിൽ സുപ്രീം കോടതി ഇനി എന്ത് നിലപാടെടുക്കുമെന്നത് വളരെ നിർണായകമാണ്. അതേസമയം ഈ സർക്കാർ ഈ ഒരു പ്രവേശന നടപടികളിൽ കുറച്ചുകൂടി സാവകാശം വേണമെന്ന് ചൂണ്ടിക്കാണിച്ച് AICTE സമീപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 വരെയാണ് നിലവിലെ കാലാവധി. ശ്രീജ. ശരി ദേവിക, എന്തായാലും കീം റാങ്ക് പട്ടികയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു ദേവിക ചന്ദ്രൻ. ഇനി
മഴയുടെ കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു മഴ ഇപ്പോൾ ശക്തമാകാൻ പോവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു ആശങ്ക ഇങ്ങനെ വരികയാണ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകാൻ സാധ്യത എന്നാണ് റിപ്പോർട്ട്. ഇന്ന് 7 ജില്ലകളിൽ എന്തായാലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ പെയ്തേക്കും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. പാലക്കാട് കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റു മരിച്ച 2 കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. എമലീന, 6 വയസ്സുകാരൻ ആൽഫ്രഡ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചിരുന്നു. സംസ്കാരം പിന്നീട് നടക്കുമെന്നാണ് അറിയുന്നത്. അപകടത്തിൽ പൊള്ളലേറ്റ അവരുടെ അമ്മ എൽസി മാർട്ടിൻ്റെ നില അതീവ ഗുരുതരമാണ്. സഹോദരി അലീനയും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 40% പൊള്ളലേറ്റ മൂത്ത മകൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചിയിൽ ലഹരി കേസിൽ പിടിയിലായ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ റിൻസി മുംതാസിന്റെ സിനിമാ ബന്ധങ്ങൾ എന്തായാലും പോലീസ് ഇപ്പോൾ പരിശോധിക്കുകയാണ്. സിനിമാ മേഖലയിലെ പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു നീക്കം. റിൻസിയുമായി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റ് പോലീസ് എന്തായാലും ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ വാട്സാപ്പ് ചാറ്റുകളിൽ നിന്ന് ലഹരി ഇടപാടിന്റെ കണക്കുകളും പോലീസിന് ലഭിച്ചു. റിമാൻഡിൽ കഴിയുന്ന റിൻസിയെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. രാവിലെ 11 മണിക്ക് ക്ഷേത്രമുറ്റത്തെ ആനക്കൊട്ടിലിൽ ഭദ്രദീപം കൊളുത്തി ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ആന്റണി MP, പ്രമോദ് നാരായണൻ MLA തുടങ്ങിയവർ ഇലയിൽ വിഭവങ്ങൾ വിളമ്പും. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കൾ, പള്ളിയോട പ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓതറ, ളാക, ഇടയാറന്മുള, കോടിയാട്ടുകര, തെക്കേമുറി, പൂവത്തൂർ പടിഞ്ഞാറ്, കോഴഞ്ചേരി, വെൺപാല എന്നീ 7 പള്ളിയോടങ്ങൾ ഇന്ന് വള്ളസദ്യയിൽ പങ്കെടുക്കും. റാന്നി, ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ 2 ജില്ലകളിലായി 52 പള്ളിയോട കരകളാണ് വള്ളസദ്യയുടെ ഭാഗമാകുന്നത്. ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 15 സദ്യാലയങ്ങൾ എന്തായാലും ഒരുക്കിയിട്ടുണ്ട്. 410 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് KSRTC പ്രത്യേക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വള്ളസദ്യ ഒക്ടോബർ 2 സമാപിക്കും. നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനലിലെ വള്ളങ്ങളുടെ സമയക്രമം മിനിറ്റിനും സെക്കൻഡിനും ശേഷം 3 ഡിജിറ്റായി നിജപ്പെടുത്തണമെന്ന് നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റി ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നിലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്താൽ നറുക്കെടുപ്പിലൂടെ വിജയം നിശ്ചയിക്കണം. 6 മാസം വീതം കപ്പ് കൈവശം വയ്ക്കാൻ ടീമുകളെ അനുവദിക്കണം എന്നൊക്കെയാണ് കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 30 പുന്നമടക്കായലിൽ നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ്, ഫിനിഷിംഗ് സംവിധാനത്തിന്റെ പ്രവർത്തനം കുറ്റമറ്റതാക്കുന്നതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. സബ് കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ സമയക്രമം 3 ഡിജിറ്റായി നിജപ്പെടുത്തുമ്പോൾ ഒന്നിലധികം വള്ളങ്ങൾ ഒരേ സമയം ഫിനിഷ് ചെയ്താൽ അവയെ ഉൾപ്പെടുത്തി നറുക്കെടുപ്പിലൂടെ വിജയിയെ നിശ്ചയിക്കണമെന്നും 6 മാസം വീതം കപ്പ് കൈവശം വെക്കുവാൻ അനുവദിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തു. ആദ്യ 6 മാസം ആർക്ക് എന്നത് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. മെക്കനൈസ്ഡ് സംവിധാനവും മാഗ്നറ്റിക് പവർ ഉപയോഗിച്ച് തയ്യാറാക്കിയ സ്റ്റാർട്ടിംഗ് സംവിധാനവും പ്രയോജനപ്പെടുത്താമെന്നും കമ്മിറ്റി നിർദ്ദേശിച്ചു. ടെൻഡർ വിളിച്ച് ഡെമോൺസ്ട്രേഷൻ നടത്തി പ്രായോഗികത ബോധ്യപ്പെട്ടു വേണം മികച്ചവ തിരഞ്ഞെടുക്കുവാൻ. സ്റ്റാർട്ടിംഗ് ചേംബർ ആകർഷകമായി തയ്യാറാക്കണം. വള്ളങ്ങളുടെ ചുണ്ട് ഒരുപോലെ ക്രമീകരിച്ച് സ്റ്റാർട്ടിംഗിൽ തുല്യത ഉറപ്പാക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗിലേതുപോലെ ക്യാമറ സംവിധാനം ഒരുക്കണമെന്നും സ്റ്റീൽ പൈപ്പുകൾ നാട്ടി ട്രാക്കുകൾ വേർതിരിക്കണമെന്നും സബ് കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും ജൂലൈ 15 5 മണിക്കകം കമ്മിറ്റി അറിയിക്കണമെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു. ഇതിനുശേഷമാകും നിയമാവലി തയ്യാറാക്കുക. അതേസമയം വള്ളംകളിയുടെ ടിക്കറ്റ് നിരക്കുകളിൽ മാറ്റമുണ്ടാവില്ല. 25,000, 10,000, 3,000, 2,500, 1,500, 500, 300, 200, 100 എന്നിങ്ങനെയാകും ടിക്കറ്റ് നിരക്കുകൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. കേരളത്തിലെ ആരോഗ്യ മേഖലയൊക്കെ ഒന്നാമതാണെന്നാണ് സർക്കാർ പറയുന്നത്. സർക്കാർ ഈ ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോഴും നമ്മുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. അതിൽ പ്രധാനം സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശോചനീയാവസ്ഥ തന്നെയാണ്. ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ചോർന്നൊലിക്കുന്ന നെഞ്ചുരോഗ ആശുപത്രിയുടെ ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക് ലഭിച്ചിട്ടുണ്ട്. നോക്കാം. മഴവെള്ളം ഒലിച്ചിറങ്ങി പായൽ പിടിച്ച ഭിത്തികൾ, വെള്ളം ചോർന്നിറങ്ങുന്ന അകത്തളത്തിലെ ചുവരുകൾ, സിമന്റ് ഇളകി കമ്പികൾ പുറത്തുവന്ന കെട്ടിടങ്ങൾ, ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന കുറെ രോഗികളുടെ കാഴ്ചകൾ.
ഇത് ഏതെങ്കിലും പ്രേത സിനിമയുടെ സെറ്റല്ല. നമ്പർ 1 കേരളത്തിന്റെ ഭാഗമായ തൃശൂർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ ആശുപത്രിയാണ്. മികവിന്റെ ഉദാഹരണങ്ങൾ നിരത്തി സർക്കാരും ആരോഗ്യമന്ത്രിയും ന്യായീകരിക്കുമ്പോഴും ദിനംപ്രതി ദയനീയ കാഴ്ചകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുറത്തുവരുന്നത്. മഴ പെയ്ത് നനഞ്ഞ ചുവരുകൾ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടാക്കുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അധികൃതർ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അതുപോലെ ചെസ്റ്റ് ആശുപത്രിയിലാണ് കൂടുതലായി ഇത്തരത്തിലുള്ള 2-3 ബിൽഡിങ്ങുകൾക്ക് ചോർച്ച കണ്ടുവരുന്നത്. അതിൻ്റെ പുറത്ത ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മതിലിലേക്ക് വെള്ളം വരുന്നുണ്ട്, ചെമുരുമ്പിലേക്കും വെള്ളം ഒഴുകി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചുമരിൻ്റെ ബലക്ഷയം ഉണ്ടാവുകയും പെട്ടെന്ന് ചെമുര് വീഴുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണേണ്ടി വരും. തുടർച്ചയായി 3-4 ദിവസത്തെ മഴ പെയ്യുമ്പോൾ അവിടെ രോഗികളോ കൂട്ടിരിപ്പുകാരോ ഉണ്ടെങ്കിൽ അറിയാതെ കണ്ട് ചിലപ്പോൾ ആ ചെമുര് വീഴുന്നൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അടിയന്തരമായി ഫണ്ട് അനുവദിക്കുകയും ഇത്തരത്തിലുള്ള കെട്ടിടം ഉപയോഗിക്കാതെ രോഗികളെയും കൂട്ടിരിപ്പുകാരെയും ഒന്നും കടത്താതെ അത് പൂട്ടിയിടണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെത്തിക്കുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്ന അവസ്ഥ ഒന്നിലധികം ആംബുലൻസ് ഡ്രൈവർമാർ കഴിഞ്ഞയാഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പുറകെയാണ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ഞെട്ടിക്കുന്ന കാഴ്ച. അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ പൂട്ടിയിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. സർക്കാരിന് ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണണം, വേണ്ട നടപടികൾ ഉടനെ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ് ഈ തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യം. അത് പക്ഷേ സർക്കാർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടി കുറച്ച് കാര്യങ്ങൾ വിചാരിക്കണം, എങ്കിൽ മാത്രമേ ഇത്തരം പ്രശ്നത്തിന് ഒരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും ഇതിനൊരു അറുതിയുമില്ല എന്ന് കണ്ട് റെസിഡൻസി പ്രദേശത്ത് മാലിന്യം എറിയുന്നത് നിർത്തലാക്കാനായി 28 CCTV ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം വഴുതക്കാട് കുക്കിലിയ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ. സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിച്ച് നല്ലൊരു മാതൃക സൃഷ്ടിക്കുകയാണ് ഇവർ. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നാണ് DPI ജംഗ്ഷൻ. DPIയിൽ നിന്നും ഈശ്വരവിലാസം റോഡിലേക്ക് എത്താൻ കുക്കിലിയ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ വഴിയുള്ള റോഡ് പലരും സ്വീകരിക്കാറുണ്ട്. ഒഴിഞ്ഞ ശാന്തമായ റോഡുകളിൽ യാത്രക്കാരിൽ പലരും രാത്രിയെ മറയാക്കി മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. കുടുംബങ്ങൾ അടങ്ങുന്ന വരുന്നിടത്തും അതിൻ്റെ സബ് ലൈനുകളുമാണ്. ഇവിടെ പ്രധാനമായിട്ടും ഞങ്ങളെ അലട്ടുന്ന പ്രശ്നമെന്ന് പറയുന്നത് ഈ വേസ്റ്റുകൾ കൊണ്ടുവന്ന് തള്ളുക എന്നുള്ളതാണ്. കോഴി വേസ്റ്റ്, അതോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഡയപ്പർ, ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ചാക്കിനകത്ത് കെട്ടി മറിച്ചിട്ട് പോവുകയാണ്. ഇതൊന്ന് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ആലോചിച്ച് 3 ലക്ഷം രൂപ ചെലവിൽ 28 ക്യാമറകൾ ഈ നിരത്തുകളുടെ സബ് ലൈൻ ഉൾപ്പെടെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മാലിന്യം വലിച്ചെറിയുന്നത് നിർത്താനും മോഷണ ശ്രമങ്ങൾ ചെറുക്കാനുമാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. ക്യാമറകളുടെ പ്രവർത്തനോദ്ഘാടനം ജഗതി NSS ഹാളിൽ നടന്ന പരിപാടിയിൽ ആന്റണി രാജു MLA നിർവഹിച്ചു. ജീവിതം സുരക്ഷിതമാക്കാൻ ഇത് ഏറെ പ്രയോജനീയം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. സന്തോഷകരമായി സുഖമായി ടെൻഷൻ ഇല്ലാതെ, ആക്രമണ ഭീഷണി ഇല്ലാതെ, മോഷണ ശല്യമില്ലാതെ, മറ്റുള്ളവരുടെ ഉപദ്രവമില്ലാതെ സന്തോഷകരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം. അങ്ങനെയുള്ള നിങ്ങളുടെ സന്തോഷകരമായ ജീവിത ആഗ്രഹം സഫലീകരിക്കാൻ CCTVയുടെ ക്യാമറയുടെ സാന്നിധ്യം കൂടുതൽ സഹായകരമാകുന്നതായിട്ടൊരു സംശയമില്ല. വഴിയോരങ്ങളിൽ വലിച്ചെറിയുന്ന മാലിന്യം തേടിയെത്തുന്ന തെരുവുനായ്ക്കൾ നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണ്. തെരുവുനായ ആക്രമണം ചെറുക്കാൻ നെട്ടോട്ടമോടുന്ന ഇക്കാലത്ത് മാലിന്യം വലിച്ചെറിയുന്നത് തടുക്കാൻ കൃത്യമായ ഇടപെടലുകൾ കൈക്കൊള്ളേണ്ടതുണ്ട്. കുക്കിലിയ ലൈൻ റെസിഡൻസ് അസോസിയേഷൻ നല്ലൊരു മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്, നമുക്കറിയാം. എന്തായാലും ഈ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പൈലറ്റുമാരുടെ സംഘടന. അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാണ് സംഘടനയുടെ ആവശ്യം.
പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നാണ് അവരുന്നയിക്കുന്ന ആക്ഷേപം. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അവ്യക്തമായ റിപ്പോർട്ടുകൾ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. എന്തായാലും ഓൺലൈൻ ടാക്സികൾക്കായി സംസ്ഥാന സർക്കാർ അഗ്രഗേറ്റർ നയം പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടും ആ ഒരു നയം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. സ്വാഭാവികമായും ഡ്രൈവർമാർ പ്രതിഷേധത്തിലാണ്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ. ഓൺലൈൻ ടാക്സികൾക്ക് ഏകീകൃത കൂലിയും അതുപോലെ തന്നെ യാത്രക്കാർക്ക് പരിരക്ഷയും ഒക്കെ ഉറപ്പ് നൽകുന്നൊരു നല്ല നയമായിരുന്നു ഇത്. സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരമില്ലാത്ത ഓൺലൈൻ ടാക്സികളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും കമ്പനികൾ ഡ്രൈവർമാർക്ക് നൽകുന്ന വേതനത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോഴിക്കോട് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി നിർദ്ദേശമനുസരിച്ച് 2024 ഒക്ടോബർ 8 സംസ്ഥാന സർക്കാർ ഓൺലൈൻ ടാക്സികൾക്കായി അഗ്രഗേറ്റർ നയം പുറത്തിറക്കി. കേന്ദ്ര സർക്കാരിന്റെ മോട്ടോർ വാഹന അഗ്രഗേറ്റ് പോളിസിയുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് നയം കൊണ്ടുവന്നത്. എന്നാൽ നയം പുറത്തിറക്കി ഒരു വർഷം കഴിയുമ്പോഴും ഇതുവരെ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ കോഴിക്കോട് ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ ഒരുങ്ങുന്നത്. ഞങ്ങൾ ഇത് തീരുമാനമാവാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പം നിയമവഴി തന്നെ പോകാനാണ് തീരുമാനം. കേരള ഹൈക്കോടതിയിൽ തന്നെയാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം മുഴുവനായിട്ടും ഉള്ളത്. കാരണം ഇത്രയും കാലമായിട്ടും ഞങ്ങൾ ട്രാൻസ്പോർട്ട് വകുപ്പായിട്ടും അതുപോലെ തന്നെ മന്ത്രിതലമായിട്ടും എല്ലാ തരത്തിലും ഞങ്ങൾ ബന്ധപ്പെടുകയുണ്ടായി. പക്ഷേ ഇതുവരെയായിട്ടും നടന്നില്ല. ആലപ്പുഴ, എറണാകുളം, തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലായി 20,000 ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ ഓടുന്നുണ്ടെന്നാണ് കണക്ക്. ഊബർ, ഓല, കേരള സവാരി, ജുബ്നോ, റാപ്പിഡോ, യാത്രി തുടങ്ങിയവയാണ് പ്രധാനമായും സർവീസ് നടത്തുന്നത്. സർവീസിനിടെ ഒരു പ്രശ്നമുണ്ടായാൽ അത് ആരെ അറിയിക്കണമെന്ന് യാത്രക്കാർക്കോ ഡ്രൈവർമാർക്കോ അറിയില്ല. കമ്പനികൾക്ക് സംസ്ഥാനത്ത് ലൈസൻസ് കിട്ടിയാൽ മാത്രമേ നിയമപരമായ പരിരക്ഷ യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ലഭിക്കുകയുള്ളൂ. ഡ്രൈവർമാരുടെ വേതനത്തിൽ മാറ്റം വരണമെങ്കിലും നയം പ്രാബല്യത്തിൽ വരണം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നയം പ്രാബല്യത്തിൽ വരാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോഴിക്കോട്. ജീവൻ ഏത് നിമിഷവും അപകടത്തിലാകാം എന്ന് കരുതി ആശങ്കയോടെ ജീവിക്കുക എന്ത് കഷ്ടപ്പാടുള്ളൊരു കാര്യമാണല്ലേ. കുന്നിന് മുകളിൽ ഉള്ള വീടുകൾ ഏത് നിമിഷവും മണ്ണിനടിയിലാകുമെന്ന ഭീഷണിയിലാണ് തിരുവനന്തപുരം കിളിമാനൂർ കുഴിവിള ഇരപ്പിൽ നഗർ നിവാസികൾ. 14 കുടുംബങ്ങളിലായി 70ഓളം പേരാണ് സർക്കാർ അനാസ്ഥയിൽ ജീവൻ തുലാസിലായി കഴിയുന്നത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കിടക്കാൻ ഒരു വീടും വെള്ളവും വഴി ഇത് തന്നാൽ മതി, അല്ല നിങ്ങളെ ഒന്നും നമുക്ക് വേണ്ട, നമുക്ക് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഇടിഞ്ഞു വീഴാതെ കിടക്കണം. കഴിഞ്ഞ 70 വർഷമായി സുമതിയും കുടുംബവും കഴിയുന്നത് കിളിമാനൂർ കുഴിവിള ഇരപ്പിൽ നഗറിലെ ഈ കുന്നിൻ മുകളിലാണ്. പണ്ടത്തേതിൽ നിന്നും വ്യത്യസ്തമായി കുന്നിൻ മുകളിലെ 14ഓളം വീടുകളിൽ കഴിയുന്നവർ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെന്ന് ഇവർ പറയുന്നു. സംവരണ മണ്ഡലം കൂടിയായ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ കിളിമാനൂർ ബ്ലോക്ക് പഴയ കുന്നിന്മേൽ പഞ്ചായത്തിന്റെ 11ാം വാർഡിലാണ് ഇരപ്പിൽ നഗർ സ്ഥിതി ചെയ്യുന്നത്. വഴിയും വെള്ളവുമില്ലാതെ അപരിഷ്കൃത സമൂഹമായാണ് തങ്ങളെ അധികൃതർ കാണുന്നതെന്ന് ഇവർ പറയുന്നു. ഒന്നീ വഴി ഞങ്ങൾക്ക് അവിടെ കയറി വരാൻ കമ്പി ഊന്നി പിടിച്ചു കയറി വരാനുള്ളൊരു വഴി, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റി താമസിക്കണം. അപ്പോൾ അന്നും മിച്ച ഭൂമി ഇല്ലെന്നും പറഞ്ഞ് നടന്നു. ഞാൻ പഞ്ചായത്തിൻ്റെ ആളുകളോട് ഈ വില്ലേജ് ഓഫീസറേയും കൂടെ ഞാൻ ഇവിടെ ഉള്ള ഏകദേശമുള്ള മിച്ചഭൂമി അത്രയും ഞാൻ പോയി കാണിച്ചിട്ട് പറഞ്ഞ് ഇതെല്ലാം മിച്ചഭൂമിയാണ്, ഇതിന് ഏതെങ്കിലും ഒരു വശത്ത് ഞങ്ങൾക്ക് തന്നൂടെ എന്ന് ചോദിക്കും. ഏതെങ്കിലും ഒരു അപേക്ഷ എഴുതി അവിടെ വന്നാൽ അവർ പിന്നെ നമ്മളെ കാണിക്കില്ല, നമുക്ക് പേപ്പർ വരും കൊട്ടി ചെല്ലുമ്പോൾ വന്നില്ലെന്ന് പറയും. ആ അവസ്ഥയിൽ നമ്മളിവിടെ കഴിഞ്ഞു കൂടെയാണ് ഇപ്പോഴും. മഴ പെയ്ത് കഴിഞ്ഞാൽ എവിടെ ശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി എണീക്കുന്നത്. ഉറക്കം ഇല്ല, എനിക്കാണെങ്കിൽ ഉറക്കം ഇല്ല. ഈ മഴ വരുമ്പം കാറ്റ് വരുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ്. അല്ലെങ്കിൽ നമുക്ക് പേടിയൊന്നുമില്ല മഴയില്ലെങ്കിൽ. ഈ മഴ വരുമ്പോഴും എല്ലാവരും എണീച്ച് ഇരിക്കും. കാരണം എവിടെയെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഇറങ്ങി ചെല്ലണ്ടേ എന്ന് വിചാരിച്ച്. എനിക്ക് കാലും വയ്യ, ഓടാൻ വയ്യ, എന്നാലും ഇറങ്ങി വരും. അങ്ങനത്തെ ഒരു ഭയാനത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത്. മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ മിച്ചഭൂമികൾ ഉണ്ടെങ്കിലും തങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർ തയ്യാറല്ല.
പരിസ്ഥിതി ലോല പ്രദേശമായി മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സ്ഥലമാണെന്ന് ജിയോളജി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള സ്ഥലത്തു നിന്നും സംവരണ വിഭാഗത്തിൽപ്പെടുന്ന ഇവരെ മാറ്റണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണ് ഉള്ളത്. ഭീഷണി നിലനിൽക്കുന്നതിനാൽ ലൈഫ് മുഖാന്തരം കിട്ടിയ വീടുകൾ പോലും നിർമ്മിക്കാൻ ഇവർക്ക് അനുമതിയില്ല. വീടുകളുടെ അറ്റകുറ്റപ്പണി പോലും പഞ്ചായത്ത് തടയുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ തങ്ങൾ എല്ലാവരും ഏതു നിമിഷവും മണ്ണിനടിയിലാകുമെന്ന ഭീതിയിലാണ് ഇവർ. കുഴിവിള ഇരപ്പിൽ നഗറിലെ 14 കുടുംബങ്ങളാണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കഴിയുന്നത്. മാനത്ത് മഴക്കാറ് കാണുമ്പോൾ ഇവർക്ക് പേടിയാണ്. ക്യാമറമാൻ രാജേഷിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തൊരവസ്ഥയാണല്ലേ, പ്രായമായവരൊക്കെ അവരുടെ അനുഭവം ഇങ്ങനെ, അവരുടെ ദുരിതം ഇങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമെന്ന് തന്നെയാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി പോകുന്നത് ഒരു ആംബുലൻസിൻ്റെ കാര്യം നമുക്കറിയാം. ആളുകളുടെ ജീവൻ രക്ഷിക്കേണ്ട ആംബുലൻസ് ഒരാളുടെ ജീവൻ അപകടത്തിലാക്കിയൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിനി പോകുന്നത്. തൃശ്ശൂർ അരിമ്പൂർ കുന്നത്തങ്ങാടിയിൽ റോഡരികിൽ നിന്ന ആളെ ആംബുലൻസ് ഇടിച്ചു വീഴ്ത്തി. ഇടിയേറ്റ് വീണത് കണ്ടിട്ടും ആംബുലൻസ് നിർത്താതെ പാഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒടുവിൽ മറ്റൊരു ആംബുലൻസ് എത്തിയാണ് പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ എത്തിച്ചത്. തളിക്കുളത്തുള്ള മെക്സിക്കൻ ആംബുലൻസാണ് അപകടമുണ്ടാക്കിയത്. പ്രദേശവാസിയായ ബാബു എന്ന ആൾക്കാണ് പരിക്കേറ്റത്. ഇന്നലെ വൈകിട്ട് 9 മണിയോടെയായിരുന്നു സംഭവം. ഇയാളെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശബരിമലയിൽ പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം ഇന്ന് നടക്കും. പകൽ 11-നും 12-നും മധ്യയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. നമുക്ക് മൂന്നാറിൻ്റെ സ്വകാര്യ അഹങ്കാരം എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു പ്രശ്നക്കാരൻ ആണെങ്കിൽ കൂടി എല്ലാവർക്കും ഇഷ്ടമാണ് ഗജരാജൻ പടയപ്പെ. എന്തായാലും വിനോദസഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടവൻ തന്നെയാണ്. പടയപ്പയോടുള്ള സ്നേഹം മൂന്നാറിലെ കുട്ടികൾ ചിത്രങ്ങളാക്കിയ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. വനമഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി വനം വകുപ്പ് ഒരുക്കിയ ചിത്രരചനാ മത്സരത്തിലായിരുന്നു പടയപ്പ താരമായത്. മൂന്നാർ ആംഗ്ലോ തമിഴ് മീഡിയം LP സ്കൂളിലെ 50 വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മൂന്നാറിന്റെ പ്രകൃതി ഭംഗിയായിരുന്നു വിഷയം. മിക്കവരും വരച്ച ചിത്രങ്ങളിൽ പടയപ്പ ഇടം പിടിച്ചു. മൂന്നാറിന്റെ ഭംഗി, അതുമായി ബന്ധപ്പെട്ടാൽ പ്രകൃതി സൗന്ദര്യം വരയ്ക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എല്ലാ കുട്ടികളും വരച്ചപ്പോൾ ഇതിന്റെ ഒരു കോണില് എല്ലാ ചിത്രങ്ങളിലും പടയപ്പയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം ഈ ചെറിയ കുട്ടി 1 മുതൽ 4 വരെ ക്ലാസ്സിലെ കുട്ടികളിൽ പോലും പടയപ്പ ഒരു വികാരമായിട്ട് അവരുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടിയത്. കാടിനേക്കാൾ പടയപ്പയ്ക്ക് പ്രിയം എന്നും ജനവാസ മേഖലകളാണ്. ഏതാനും നാളുകളായി ചെറിയ അക്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും പൊതുവെ ശാന്തനായ പടയപ്പ കുട്ടികളെപ്പോലും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇവർ വരച്ച ചിത്രങ്ങൾ. അമൃത ന്യൂസ്, ഇടുക്കി. ഈ താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ. അത് 30 വർഷത്തിന് ശേഷമാകുമ്പോൾ ആ നാട്ടുകാർക്കൊക്കെ അതൊരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് 30 വർഷത്തിന് ശേഷം കശ്മീരിലെ ബൂളാർ തടാകത്തിൽ താമര വിരിഞ്ഞ കഥയാണ്. ബൂളാർ കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ സംരക്ഷണ ശ്രമങ്ങളുടെ ഫലമായാണ് ഈ മാറ്റം സാധ്യമായത്. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കശ്മീരിലെ ബന്ദിപ്പോരിൽ സ്ഥിതി ചെയ്യുന്ന ബൂളർ തടാകം. ശ്രീനഗറിൽ നിന്ന് 67 കിലോമീറ്ററോളം അകലെ ഹർമുഖ് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട മനോഹരമായൊരു തടാകം. ജമ്മു കശ്മീരിന്റെ സൗന്ദര്യം അതേപടി വഴിഞ്ഞൊഴുകുന്ന ജലാശയം. ഒരു കാലത്ത് താമര പൊയ്കയായിരുന്നു ഇവിടം. ഇവിടുത്തെ താമരപ്പൂക്കൾക്കൊപ്പം താമരത്തണ്ടുകളും കർഷകരുടെ ജീവനോപാധിയായിരുന്നു. നത്രു എന്നാണ് താമരത്തണ്ടുകൾ ഇവിടെ അറിയപ്പെടുന്നത്. കശ്മീരിന്റെ തനത് രുചിയുള്ള നദ്രു യഖ്നി എന്ന വിഭവം ഉണ്ടാക്കുന്നത്
ഈ തണ്ടുകൾ വെച്ചാണ്. വ്യത്യസ്തമായ രുചിക്ക് പേരുകേട്ട മത്സ്യങ്ങളും തടാകത്തിൽ ധാരാളമുണ്ടായിരുന്നു. ഒരു ജനത ഒന്നാകെ ഒരു തടാകത്തെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഒരു കാലം. 1992 സെപ്റ്റംബറിലുണ്ടായ ഒരു വെള്ളപ്പൊക്കമാണ് ഈ തടാകത്തിന്റെ വിധി മാറ്റി എഴുതിയത്. ഇത് ഊള തടാകത്തിന്റെ സമ്പന്നമായ ആവാസ വ്യവസ്ഥയെ ഏതാണ്ട് പൂർണ്ണമായി നശിപ്പിച്ചു. വലിയ അളവിൽ ചെളി അടിഞ്ഞുകൂടി, ജലപ്രവാഹത്തെ തന്നെ ബാധിച്ചു. മെല്ലെ മെല്ലെ താമരപ്പൂക്കൾ വിടരാതെയായി, മത്സ്യസമ്പത്ത് നശിച്ചു. കൂനിന്മേൽ കുരു എന്ന പോലെ വൻതോതിൽ മാലിന്യങ്ങളും തടാകത്തിലേക്ക് ഒഴുകിയെത്തി. ജലം നദിയിലും 25ഓളം അരുവികളിലും വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങളുടെ സംഭരണശാലയായി മാറിയത്. കർഷകരുടെ ജീവിതം ദുരിതത്തിലായി. മറ്റ് വരുമാന മാർഗങ്ങൾ തേടി അലയേണ്ടി വന്നു. 2020 വലിയ ഒരു ജനമുന്നേറ്റമുണ്ടായി. തടാകത്തെ പഴയ നിലയിലാക്കാനുള്ള ഒരു പരിശ്രമം. വൂള കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി രൂപീകരിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. മാലിന്യങ്ങളും ചളിയും നീക്കം ചെയ്തു. മറ്റ് അരുവികളിൽ നിന്നുള്ള മാലിന്യങ്ങളെ തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. പുതിയ താമരമൊട്ടുകൾ പാകി. ആദ്യം വലിയ തോതിൽ ഫലമൊന്നും കണ്ടില്ലെങ്കിലും നിരാശരായില്ല. ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ആ ശ്രമങ്ങൾ ഫലം കണ്ടിരിക്കുന്നു. ഒരുമിച്ച് ചേർന്ന് പരിശ്രമിച്ചാൽ എന്തും സാധ്യമെന്ന സന്ദേശം നൽകി ഊള തടാകത്തിലെ താമരപ്പാടത്തിന് ജീവൻ വെച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സ് ലീഡില്ലാതെ ഇംഗ്ലണ്ടും ഇന്ത്യയും. ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 387 റൺസിന് മറുപടിയായി 145-ന് 3 എന്ന നിലയിൽ മൂന്നാം ദിനം ക്രീസിലിറങ്ങിയ ഇന്ത്യ 387 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സ് തുടങ്ങിയ ഇംഗ്ലണ്ട് മൂന്നാം ദിനം കളി നിർത്തുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ 2 റൺസ് എടുത്തിട്ടുണ്ട്. സെഞ്ചുറി നേടിയ KL രാഹുലും അർദ്ധ സെഞ്ചുറികൾ നേടിയ ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ഇന്ത്യയ്ക്കായി പൊരുതി. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ നിന്നാണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും ഇറ്റലിയുടെ യാനിക് സിനറും ഓൾ ഇംഗ്ലണ്ട് ക്ലബിലെ സെന്റർ കോർട്ടിൽ ഏറ്റുമുട്ടും. ഹാട്രിക് ലക്ഷ്യമിട്ട് അൽക്കാരസ് ഇറങ്ങുമ്പോൾ കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് സിന്നർ മത്സരത്തിന് ഇറങ്ങുന്നത്. അതുപോലെ ഫിഫ ക്ലബ് ഫുട്ബോൾ ലോക ഫൈനലിൽ നിന്നാണ്. PSG ചെൽസി മത്സരം ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മുതലാണ്. ലൂയിസ് എൻറിക്വ പരിശീലിപ്പിക്കുന്ന PSG 6ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. സെമി ഫൈനലിൽ കരുത്തരായ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG ഫൈനലിലെത്തിയത്. മറിക്സ പരിശീലിപ്പിക്കുന്ന ചെൽസി ഏറെ നാളുകളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വമ്പൻ ടൂർണമെന്റിന്റെ ഫൈനലിൽ കളിക്കുന്നത്.